ഹലോ, ബി.എഡിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചതൊരു പ്രൈവറ്റ് ബി.എഡ് കോളേജിലാണ്. നിലവിൽ തൃശ്ശൂർ ജില്ലേനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ഗവൺമെൻറ് കോളേജാണ് തൃശ്ശൂർ ജില്ലയിൽ ബി.എഡിനുള്ളത്, നടൻ മോഡൽ ബോയ്സിൻ്റെ ഉള്ളിലുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളത് ഒരു 4 യൂണിവേഴ്സിറ്റി സെൻറ്ററുകളാണ്, പിന്നെയുള്ളതൊക്കെ പ്രൈവറ്റുകളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ വരുന്ന ബി.എഡ് കോളേജുകളുടെ കാര്യമൊക്കെ ഏതാണ്ട് ഇതുപോലെയാണ്. എല്ലായിടത്തും കോഴിക്കോട് ഒരു ഗവൺമെൻറ് കോളേജേ ഉള്ളൂ, പിന്നെ യൂണിവേഴ്സിറ്റി സെൻറ്ററുകളാണ്, പിന്നെ അത് കഴിഞ്ഞാൽ പ്രൈവറ്റ് കോളേജുകളാണ്. പ്രൈവറ്റ് കോളേജിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെറിറ്റ് സീറ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ടായിരിക്കും. നിലവിലുള്ള എല്ലാ പ്രൈവറ്റ് കോളേജിലും മാനേജ്മെൻറ്റ് സീറ്റ് വിളിച്ചിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്യാനുള്ള സമയം വരുമ്പോൾ നമുക്ക് മെറിറ്റിലേക്കും അപ്ലൈ ചെയ്യാം. പിന്നെ സബ്ജക്റ്റിനെ പറ്റി ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഫോർത്ത് ഇയറും മാത്രമേ നമുക്ക് പരീക്ഷയുള്ളൂ. ഫസ്റ്റ് ഇയർ സൈക്കോളജി ഉണ്ട്, ഫിലോസഫി ഉണ്ട്, അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള സൈക്കോളജിയിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുട്ടികൾ ഇത്തിരി ടഫ് സൈക്കോളജിയാണ്, പക്ഷേ വിഷയമില്ല. കുട്ടികളുടെ സൈക്കോളജി ആദ്യത്തെ ഘട്ടം എങ്ങനെയായിരിക്കും, കുട്ടികളുടെ മൈൻഡ് എങ്ങനെയാണ് ഇതാക്കുന്നത്, അതൊക്കെയാണ് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഫിലോസഫിയിൽ പഠിക്കാനുള്ളത് പഴയ കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെപ്പറ്റി, വേദിക്ക്, അതും അത്ര വലിയ വിഷയമുള്ള കേസല്ല. അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെൻ്റ് ഒക്കെ പഠിക്കുമ്പോൾ അത് സ്കൂൾ എങ്ങനെയാണ് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്, പിന്നെയുള്ള പേപ്പറുകളൊക്കെ സിമ്പിളാണ്. സെക്കൻഡ് സെമ്മിൽ ഇതുപോലെ തന്നെ സൈക്കോളജി, ഫിലോസഫി ഇതുപോലത്തുള്ള വിഷയങ്ങളാണ് വരുന്നത്, അതും വിഷയമില്ല. പിന്നെ അതുപോലെ തന്നെ പക്ഷേ ഫോർത്ത് സെമ്മിലേക്ക് വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, സ്കൂൾ ട്രെയിനിങ്ങിന് പോകാനുള്ളത്. ഒരു 3 മാസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്ങിന് നമ്മൾ പോകേണ്ട ആവശ്യമുണ്ട്. നമ്മൾ സെക്കൻഡ് സെമ്മിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരാഴ്ച ഇനിഷ്യേറ്ററി എന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകും. അത് കഴിഞ്ഞ് തേർഡ് സെം മുഴുവൻ നമ്മൾ സ്കൂളിലാണ്. തേർഡ് സെമ്മിൽ നമുക്ക് എക്സാം ഇല്ല, അതിന് പകരം കമ്മീഷനാണുള്ളത്. നമ്മൾ ചെയ്ത വർക്കുകൾ മൊത്തം സബ്മിറ്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ് കാണാൻ വേണ്ടി പുറത്തുനിന്ന് ആൾക്കാർ വരും, ഒരാൾക്കാർ കയറി ഇറങ്ങി നമ്മുടെ ക്ലാസ് കാണും. പിന്നെ അതുപോലെ തന്നെ ഫോർത്ത് സെമ്മിൽ എക്സാം ആണുള്ളത്. ഫോർത്ത് സെമ്മിൽ ഇതുപോലെ ചെറിയ ചെറിയ പേപ്പറുകളാണ്. പഠനത്തിനേക്കാൾ ഉപരിയായിട്ട് പണിയാണ് പ്രധാനമായിട്ട്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, അടിയിൽ കമൻറ്റ് ബോക്സിൽ. ബൈ.